അപ്പം നമ്മൾ മൂന്നാളും എവിടെ പോന്നു? പാറ ഗ്രൗണ്ടിൽ നമ്മൾ ബാഡ്മിൻ്റൺ കളിക്കാനെന്ന മുഖേന വീട്ടിൽ നിന്ന് മുങ്ങുന്നു അല്ലേ? അപ്പോൾ നമുക്ക് പാറ ഗ്രൗണ്ടിലേക്ക് പോവാം. ഇവിടെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ഗ്രൗണ്ട് ഉണ്ട്. അതായത് അത്യാവശ്യം ഫുട്ബോൾ, ബാഡ്മിൻ്റൺ, ക്രിക്കറ്റൊക്കെ കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. അപ്പോൾ നമ്മളിപ്പം വൈകുന്നേരം ഏകദേശം 6 മണി സമയമാവുന്നു. അപ്പം ഇവൻ്റെ ക്ലാസ്സും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പാറ ഗ്രൗണ്ടിൽ പോവാണ്. അപ്പം പാറ ഗ്രൗണ്ടിൽ ചെറുക്കൻ്റെ ബാഡ്മിൻ്റൺ കളിയെല്ലാം ഞാൻ കാണിച്ചു തരാം. സോ നമുക്ക് നേരെ നടക്കാം. പോവാം. സ്കൂട്ടി എടുത്തിട്ടാ നടന്നിട്ട് പോയപ്പോരെ? മഴ പിടിച്ചിട്ടുണ്ട്. നമ്മൾ സ്കൂട്ടി എടുത്തിട്ട് പോകാൻ നിൽക്കാം. അപ്പോൾ സ്കൂട്ടി എടുത്ത് നേരെ അങ്ങോട്ട് വിടാം. ഓക്കെ. അപ്പം നമ്മളങ്ങനെ പാറ ഗ്രൗണ്ടിലെത്തി. ആരും ചെക്കനും കളി തുടങ്ങി. പറ, ഇവൻ എങ്ങോട്ട് അടിക്കുന്നതാണെന്ന് ഇവന് പോലും തിരിയുന്നില്ല. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. ഒരു ടൂർണമെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. അപ്പം ഇവിടെ ഒരു ചെറിയൊരു ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് കളിക്കാമെന്ന് വിചാരിച്ചു. രണ്ടാൾ നല്ല കളിയായി ഇപ്പം. പക്ഷെ ഇവരെ ഞാൻ അന്നേ ഇതിനു മുന്നേ കൂട്ടണം എന്ന് വിചാരിച്ചതാണ്. അപ്പം സമയം ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്നാണ് നടന്നത്. അപ്പം പിള്ളേരെ കൂട്ടേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല കളിയാണ്, വന്നാടും. സോ ഇതാണ് ഗ്രൗണ്ടും കാര്യങ്ങളും. അപ്പം ഇതിൻ്റെ അപ്പുറം, അതായത് ഈ കാടിൻ്റെ അപ്പുറം ആ മതിൽ കണ്ടോ? ആ മതിലിൻ്റെ അപ്പുറം ഇവിടെ പുതിയൊരു ITI വരുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ ബാറ്റ് മാറ്റി കോക്ക് മാറ്റിയെല്ലാം കളിക്കുന്നുണ്ട്. കളിയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. അതൊക്കെ അടിക്ക്. ഇത്ര തായൊന്നും അടിക്കാൻ പറ്റില്ലെങ്കിൽ. സോ ഇവരിങ്ങനെ കളിച്ചുകൊണ്ടുണ്ട്. നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ കളി കണ്ടുകൊണ്ട്, കാരണം നമുക്ക് നടക്കാൻ പറ്റില്ലല്ലോ, കാലിന് ചെറിയൊരു മുറിവുണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളും കളിച്ചേനെ. എങ്ങനെയുണ്ട് കോർട്ട്, ഗ്രൗണ്ട് എങ്ങനെയുണ്ട്? ആരും ഇത് ശരിക്കും ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഗ്രൗണ്ട് എങ്ങനെയുണ്ട്? നല്ല ഗ്രൗണ്ടാ. പക്ഷെ ഇവന് പറ്റുന്നില്ല. അതെ, ഇവന് പറ്റൂല. കാരണം എന്താ വെച്ചാൽ ഇത്രയും ഹൈറ്റിലാണ് നെറ്റ്. എന്നാലും അവൻ അടിക്കുന്നുണ്ടടാ. അടിക്കുന്നില്ലേ? അവിടുത്തെ നെറ്റ് ഇതുപോലെ തന്നെയാ. സോറി. പക്ഷെ നല്ല വൃത്തി അടിക്കുന്നുണ്ട്. എന്നാലും അവൻ എത്ര ആവൂല എന്ന് പറഞ്ഞാലും നല്ല വൃത്തി കളിക്കുന്നുണ്ട്. ആരും അതുപോലെ തന്നെ നല്ല വൃത്തി കളിക്കുന്നുണ്ട്. രണ്ടാളും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് രണ്ടാക്കും. അതായത് നെറ്റിൻ്റെ ദൂരവും എവിടെ നിൽക്കേണ്ടതെന്നും കറക്റ്റായിട്ട് തിരിയുന്നില്ല. അതുമാത്രം. എപ്പോഴും കളിച്ചോണ്ടെന്നാ ശരിയാവും അല്ലേ? പക്ഷെ എനക്ക് ആവശ്യമില്ല കളിച്ചിട്ട്. എനക്കത്ര ഇഷ്ടമല്ല ബാഡ്മിന്റൺ. ആരും ക്രിക്കറ്റിൻ്റെ ആളാ. ഇനി എൻ്റെ നെഞ്ചത്തേക്ക് അടിക്കടാ. അവനെ ഇല്ല, എനിക്ക് ഓടാൻ പറ്റൂല. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കളി കാണാം. നല്ലൊരു എടുക്കലായിരുന്നു. അങ്ങനെ എടുക്കണം, പാഞ്ഞെടുക്കണം കേട്ടോ. സോ ഇവൻ പാഞ്ഞെല്ലാം എടുക്കുന്നുണ്ട്. അതായത് അല്ലെങ്കിൽ ഇവൻ ഒരു സ്ഥലത്ത് നിന്നിട്ട് മാത്രമായിരുന്നു എടുക്കുക. ഇപ്പം ഓടിയിട്ടെല്ലാം എടുക്കാൻ തുടങ്ങി. അത് നല്ലൊരു ഇതാണ്. കാരണം ഡേ ബൈ ഡേ ബെറ്ററായി വരുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. ഇത് വലിയ പോസ്റ്റ്, അതിൻ്റെ അപ്പുറം കാണുന്നത് ചെറിയ പോസ്റ്റ്. ഇവിടെ കളിക്കാറുണ്ടായിരുന്നു. ഇന്നെന്താ കളിക്കാത്തതെന്ന് അറിയില്ല. വലിയൊരു ഗ്രൗണ്ടായിരുന്നു. ഞാൻ മുന്നേ ഇവിടെ ഓടാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അങ്ങോട്ട് വെച്ചാൽ മുന്നേ ഉണ്ടായെന്ന് വെച്ചാൽ ഫുൾ ഒക്കേഷക്കാടും കാര്യങ്ങളാണ് ഉണ്ടായത്. ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പം കാടുണ്ട്. പിന്നെ അവിടെ ഒരു ITI വരുന്നതുകൊണ്ട് അതിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് അങ്ങനെ ഇത്. അപ്പോൾ ഇവന്മാരിവിടെ കളിക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് വരെ നടന്നിട്ട് വരാം. അതായത് ITIൻ്റെ പണിയെടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, അതൊന്ന് ജസ്റ്റ് ഞാൻ കാണിക്കാം. നടക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നല്ല പെയിനുണ്ട് കാക്ക്. അതുപോലെ തന്നെ രാത്രിയായി ഇങ്ങനെ വരുന്നുണ്ട്. ചെറിയ രീതിക്ക് മഴ പിടിച്ചിട്ടുണ്ട്. എന്നാലും പെയ്യൂലാന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പോയിട്ട് ITIൻ്റെ അത് ഞാൻ കാണിച്ചു തരാം. കേൾക്കുന്നുണ്ടോന്ന് ചോദിച്ചാ. സോ ഗൈസ്, ആരുഷ് ഇത്ര ദൂരത്തിലല്ലേ? എന്തെങ്കിലും പറ. എന്തെങ്കിലും പറ. എന്തു പറയാൻ, ഇവൻ നന്നായിട്ട് കളിക്കുന്നുണ്ട്. സോ അപ്പം നമ്മളിങ്ങനെ നടക്കുക. ഇത് ITIൻ്റെ പണി നടക്കുന്ന വെച്ചാൽ ഈ മതിലുണ്ടോ, ഈ മതിലിൻ്റെ അപ്പുറത്താണ്. അതായത് ഇത് നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായി. എനിക്ക് തോന്നുന്നു ഈ വർഷം ഈ പണി ഫുള്ളാവുന്നു. കാരണം ഇതിൻ്റെ മുന്നത്തെ ഗേറ്റ്, അതായത് ITI എന്നൊക്കെ പേരിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ബിൽഡിങ്ങും
വേഗം തന്നെ കാറ്റ് പണി ഇവർ. അപ്പം ഗ്രൗണ്ട് നിങ്ങൾ കാറ്റ് വലിയ ഗ്രൗണ്ടാണ് കണ്ടോ, വലിയ ഗ്രൗണ്ടാണ്. അപ്പോൾ ഇവിടെ പണ്ടൊക്കെ ടൂർണമെൻറ്റ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പായിട്ടാണ് ടൂർണമെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. പരം കളികളത്തല്ല നാട്ടിൽ, പിള്ളേരും കുറഞ്ഞു വരികയാണ്. കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഇതാണ് ITൻ്റെ പണി നടക്കുന്ന സ്ഥലം. അപ്പോൾ അതിങ്ങനെ നടന്നുകൊണ്ടുണ്ട്. സോ അത് നമ്മളെ ഗ്രൗണ്ടിനെ ബാധിക്കുന്നില്ല. അത്യാവശ്യം നമുക്ക് വലിയ ഗ്രൗണ്ട്, അതായത് കുറേ ആൾക്കാർക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റിയൊരു ഗ്രൗണ്ടാണ്. ഓക്കെ, സോ പിള്ളേർ അവിടെ ഇങ്ങനെ കളി തുടങ്ങുന്നുണ്ട്. ഇത്രയും ദൂരത്തിലാണ് അവരുള്ളത്. സോ ഇത്ര ദൂരത്തിലുള്ള. അപ്പോൾ ഇങ്ങനെ സൂം ചെയ്ത് നോക്കാം, പിള്ളേർ അവിടെ കിടക്കും. സോ ഇതാണ് നമ്മുടെ ഗ്രൗണ്ടിൻ്റെ ഒരു വൈഡ് 0.5 വ്യൂ. ഞാൻ വൈഡ് വ്യൂ ഇട്ടു. അപ്പം ഇതാണ് നമ്മുടെ ഗ്രൗണ്ടിൻ്റെ വ്യൂ. ആകാശമൊക്കെ നോക്കി എന്ത് രസമാണ്, മേഘമൊക്കെ ഇതിലിടക്ക് വിമാനമൊക്കെ പോകുന്ന കാണാം. അതായത് നമ്മളെത്ര പ്രായത്തിൽ ഇങ്ങനത്തെ ഒക്കെ പോകുമ്പോൾ നമ്മൾ അറിയാണ്ട് നോക്കിപ്പോവും. നമ്മുടെ ഒരു ഇതാണ്, അത് ആരായാലും നോക്കിപ്പോകുന്നതാണ്. അല്ല, ഞാനൊക്കെ നോക്കിപ്പോകും എന്തായാലും. രസം, അതൊക്കെ രസം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. പിള്ളേരവിടെ കളിച്ച് ചെറുതിന് ഇപ്പം കുളിപ്പിച്ചത്രേ. പക്ഷേ ഏതാണ്ട് ഇവിടുന്ന് പോകുമ്പം വീണ്ടും കുളിക്കാനാവും. പിന്നെ ആരുഷിന് ഇപ്പം ക്ലാസ് ഉണ്ട് ഏകദേശം, ഓനും ക്ലാസ് തുടങ്ങാനായി. പിന്നെ ഞാൻ വരണം, അത് ഞാൻ എന്തായാലും കൂട്ടിയിട്ട് വരും, കാര്യങ്ങളും പറഞ്ഞതായിരിക്കും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. സോ ബാഡ്മിൻ്റണും ഫുട്ബോളും ക്രിക്കറ്റും എന്ത് വേണമെങ്കിലും ഗ്രൗണ്ടിൽ കളിക്കാം, കബഡി അടക്കം. ഇവിടെ പണ്ട് കബഡി മത്സരമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ചെറുതിനാണ് ഇതൊക്കെ നടന്നത്. സോ ഇപ്പം നമ്മൾ ബാഡ്മിൻ്റൺ കളിച്ച് ഇങ്ങനെ ഇരിക്കാം. ഇപ്പോൾ ഇവിടെ കബഡി കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അങ്ങനെയാണ് സംഭവം. ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് ഫുട്ബോള്, ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ് കളിക്കലുണ്ടോ അറിയില്ല, പക്ഷേ ക്രിക്കറ്റും ആരും നല്ല കളിയാണ്. കോക്ക് പാറി പോകുന്നത് കാരണം എന്ന് വെച്ചാൽ ആ കോക്കിന് വെയിറ്റ് ഇല്ല. പിന്നെ വെച്ചാൽ ഒരു ചീപ്പായിട്ടുള്ളൊരു കോക്കാണ്. അതുകൊണ്ടാണ് രണ്ടിനെയും ഇവിടെ ഫോട്ടോ എടുക്കാൻ വിളിച്ച് നിർത്തി. അതായത് നമ്മൾ കംപ്ലൈൻറ്റിൻ്റെ ഫോട്ടോ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്ക് കേൾക്കാൻ പറ്റും. ഇപ്പം നോയ്സ് ക്യാൻസലേഷൻ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കേൾക്കാൻ പറ്റും. പിന്നെന്ന് പറയുന്നത് നമുക്ക് ജിമ്മിന് പോകാൻ പറ്റൂല ഇപ്പോഴേ. കാരണം വെച്ചാൽ മുട്ട് മടക്കാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ജിമ്മിന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇനിയുള്ള വൈകുന്നേരം ഇതായിരിക്കും നമ്മളെ കളി. അതായത് ഒന്നിക്കും ഇവിടെ വന്നിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ക്രിക്കറ്റ് കളിക്കും. ഏതെങ്കിലും ഒരു കാര്യം നമ്മളെന്തായാലും ചെയ്യും അല്ലേ? ഏതെങ്കിലും ഒരു കാര്യം നമ്മളെന്തായാലും ചെയ്യും. അല്ല, ഒന്നിക്കും ഇവിടെ വരും, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്നു. അപ്പോൾ എനിക്കൊന്നും ഇവിടെ വരുന്നതായിരിക്കും നല്ല. കാരണം ക്രിക്കറ്റ് കളിക്കുകയും ചെയ്യാം, എന്തും കളിക്കാം അവിടെ നിന്ന്. പക്ഷെ ഇവിടെ ക്രിക്കറ്റ് കളിക്കാൻ ഒരു പ്രശ്നമുണ്ട്. ഭയങ്കര പ്രശ്നമാണ്. ബോള് പോയി കഴിഞ്ഞാൽ ഓടേണ്ടി വരും കിട്ടാൻ. ഡബിൾ എല്ലാം ചെയ്യാൻ പറ്റും. ഇവിടെ ഓടാനുള്ളവർക്ക് ഓടാം, കളിക്കാനുള്ളവർക്ക് കളിക്കാം. അങ്ങനത്തെ ഒരു ഗ്രൗണ്ടും കൂടിയാണ്. അതായത് നമുക്ക് വീട്ടിൽ നിന്ന് ഏറ്റവും അടുത്തുള്ളൊരു ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഇതാണ്. ഇവിടെ എന്തും ചെയ്യാം. പിന്നെ ഇവിടെ ഫുള്ള് ഗ്രാസ് ആയാൽ നല്ല രസമായിരിക്കും, ഗ്രാസ് കോട്ട് പോലെ. ഓക്കെ, കൊതു കടിക്കുന്നുണ്ടോടാ ചെറുതേ? സോറി. എന്നാ കോർട്ടിന് പുറത്ത് കളിക്കുന്ന നിങ്ങൾ? അല്ല, നിങ്ങൾ പുറത്ത് കളിക്കുന്ന? ആരും പറഞ്ഞല്ലേ ചിരിച്ചുകൂടാന്ന്? അവൻ്റെ ഏട്ടൻ ചിരിക്കുന്നതുകൊണ്ട് അവന് കളിയാക്കുന്ന പോലെ തോന്നുന്നു. അതുകൊണ്ടാണ് ചിരിച്ചുകൂടാന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ ബഹളം ഉണ്ടാക്കുന്നത്. എന്താ കോർട്ടൊന്നും പോയാ? നോക്കണേ, ഓടുമ്പോ വീണേക്കല്ലേ? പറഞ്ഞില്ല. അടി 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 അടി. ഗ്രൗണ്ടിന്റെ പേര് പറഞ്ഞ ഗ്രൗണ്ടിന്റെ പേരെന്ന് വെച്ചാൽ പാറ ഗ്രൗണ്ട് എന്നാണ്. കാരണം ഈ ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നതിൻ്റെ അടിയിൽ ഇതുപോലത്തെ പാറകൾ, ഇത് കല്ലല്ല. നിങ്ങൾ വിചാരിക്കും ഇത് കല്ലാണെന്ന്, പക്ഷേ
ഇതൊക്കെ പാറയാണ്. സോ നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് നോക്കിയാൽ തിരിയും, ഇതിൻ്റെ അടിയിലൊക്കെ വലിയ പാറകളായിരിക്കും ഉള്ളത്. സോ ഇതൊരു പാറേൻ്റെ, ഇത് പാറക്കല്ലാണ്. ഇത് പൊട്ടിക്കാൻ, അതായത് ഇത് അടിയിലോട്ട് നല്ലോണം ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെയും പാറക്കല്ലുണ്ട്. അങ്ങനെയാണ് ഈ ഗ്രൗണ്ടിന് പാറ ഗ്രൗണ്ട് എന്ന് പേര് വന്നത്. ഇതുവരെ കേൾക്കാത്തൊരു ഗ്രൗണ്ടിൻ്റെ പേര് വരുന്നുണ്ട്. കാരണം ഇവിടെ ഫുൾ പാറയാണ്. ഇതൊരു പാറ പൊട്ടിച്ചാക്കിയ ഗ്രൗണ്ടാണെന്ന് തോന്നുന്നു. മുന്നേ ഈ ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പം ഇപ്പോഴാണ് ഈ ഗ്രൗണ്ട് ഇങ്ങനെ പക്ഷേ പാറ. അതാണ് പാറ ഗ്രൗണ്ട് എന്നുള്ള പേര് വരാൻ കാരണം. അത് പാറേൻ്റെ മുകളിലാണ് ഈ ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മുടെ വീട്ടിൻ്റെ സൈഡിലൊക്കെ പാറയാണ്. പാറക്ക് പൊട്ടിച്ചിട്ട് നിലം കറക്റ്റ് ഷേപ്പിൽ ഇതാക്കിയിട്ടാണ് ഓരോ സംഭവം ആക്കുന്നത് നമ്മളിവിടെ എല്ലാം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഫുൾ നോക്കിയാൽ തിരിയും. ഇവിടെ ഇത് ഫുൾ പാറയാണ്. ഇതിൻ്റെ അടിയിലോട്ട് നിങ്ങൾ മുകളിൽ കാണുന്ന വെച്ച് ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കണ്ട. പക്ഷേ ഇതിൻ്റെ അടിയിൽ ഫുള്ള് പാറയാണ്. സോ പിള്ളേരവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം സമയം ഇരുട്ടാവാറായി. നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങും, ഇവിടുന്ന് പോകും. ചെക്കനവിടെ നിന്ന് ജോറ് കളി. അതായത് ഇങ്ങനത്തെ ചെറിയ മക്കൾക്കെല്ലാം ഗ്രൗണ്ടിൽ കൊണ്ടുപോവുക അല്ലെങ്കിൽ ഇങ്ങനെ കളിക്കാൻ വിടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. അപ്പം എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. നല്ല രീതിക്ക് കൊതുക് എൻ്റെ കാക്കും അടിക്കടാ. കളിക്കുന്ന വേണ്ടിയിട്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ തോന്നില്ല. എനക്കും കളിക്കാൻ തോന്നും. വണ്ടിങ്ങളെ കളിക്കും. കൊതു കടിക്കല്ലേ അല്ലേ? കൊതു കടിച്ച് തുടങ്ങി. കാരണം ഇതിൻ്റെ പരിസര പ്രദേശം തന്നെ കാടാണ്. അപ്പോൾ കാടിൽ ചെറിയ വെള്ളം കാര്യങ്ങളും കെട്ടി വെക്കുന്നതുകൊണ്ട് ഇവിടെ കൊതു പ്രശ്നം. മുകളിൽ അടിച്ചു കൊടുക്കുക നീ. ഞാൻ ഒരു 2 അടി എടുക്കട്ടെ. എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല. എന്നാ വേണമെങ്കിൽ എടുത്തോ. ഇങ്ങനെ പിടിക്കാം. ക്യാമറ ഒത്തല്ലേ അങ്ങനെ? ആ ഓക്കെ. അപ്പം ഞാൻ വയ്യാത്ത കാലമായി. ഇന്ന് മൈക്ക് വേണോ? അല്ലാണ്ട് എനിക്ക് കേൾക്കൂല. വയ്യാത്ത കാലം കൊണ്ട് നന്ദിച്ചേട്ടൻ കളിക്കുന്നത് ഭയങ്കര കൊതുപടി കേട്ടോ. ഓ മൈ ഗോഡ്, അടിച്ചു. സോ അയൻസ് നമ്മുടെ സൂപ്പർ സ്റ്റാർ ബാറ്റൊക്കെ കാണിക്കുന്നു. ആ മറ്റേ കോക്ക് എടുക്കായിരുന്നു. മറ്റേ വേറെ കോക്കുണ്ടോ? പുതിയതാ? ഓക്കെ. ഭയങ്കര കൊതുപടി കേട്ടോ ഗൈസ്. എന്ത്? ഇന്നത്തെ ക്ലാസ് പോയി. ആ മോറന്നു, കുഴപ്പമില്ല, കുറച്ച് ലേറ്റ് ആയിക്കോട്ടെ. വാവ് മുകളിലേക്ക് അടിക്കുമ്പോൾ വാവുക്ക് അടിക്കാൻ പറ്റത്തില്ല. അവന് എന്താ അവന് മുകളിലേക്ക് അടിക്കുമ്പോൾ അടിക്കാൻ പറ്റത്തില്ല കേട്ടോ. പക്ഷേ ഇപ്പം ജിമ്മിൽ പോകാനും പറ്റുന്നില്ലല്ലോ കാലിൽ ഇതായതുകൊണ്ട്. എന്താ നല്ല കൊതുകടി കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഒരു സൺസെറ്റൊക്കെ ഉണ്ട്. നല്ല നല്ല വ്യൂ. പോനായാ നല്ല കൊതുകടി ഉണ്ട്. നല്ല മേഘങ്ങളൊക്കെ. ഓക്കെ, ഇവർ പോവാന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തായാലും പോവാം. കാരണം ഇവിടെ കൊതുകടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം കാട് പ്രദേശമായോണ്ടാ അല്ലേ? എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? നല്ലത്. ഡെയിലി വന്നാലോ? ഡെയിലി വരാമല്ലോ ഇവിടെ? ഇടുക്കിയിലാ? ഇടുക്കിയിൽ പറ്റൂല, കയറൂല, കയം പിടിക്കേണ്ടി വരും. സോ നമുക്ക് ഗൈസ് ഇവിടുന്ന് പോവാം. കാരണം ഇവിടെ നമുക്കിനി ബാഡ്മിൻ്റൺ കളിക്കാൻ പറ്റൂല എന്ന് വെച്ചാൽ അത് തുറന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ കൊതു നല്ല രീതിക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടുന്ന് പോവാം. കാരണം ഇവിടെ ഇനി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പോവാം.
യെസ് ബേബി യെസ് ബേബി യെസ് ബേബി യെസ് ബേബി. ഓടിയിട്ട് വാടാ 2 റൗണ്ട്. അങ്ങോട്ട് ഓടിയിട്ട് വാടാ. ഇതിനെക്കാട്ടും വലിയ റൗണ്ടിൽ 25 റൗണ്ട് ഓടിയാണ്. അതെയാ ഇതിനെക്കാട്ടും വലിയ ഗ്രൗണ്ട് ഉണ്ട്. ആ നമ്മളെ അക്കാഡമിയിൽ ഫസ്റ്റ് സാറിൻ്റെ മൂഡ് നല്ലതാണെങ്കിൽ ഒരു 10 റൗണ്ട് അല്ലേ. നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും വീട്ടിൽ പോവാം. കാരണം ഇവിടെ കൊതുക് കടിച്ചിട്ട് രക്ഷയില്ല. വാ അയ്യോ 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 ഇവിടുത്തെ എൻ്റെ ഫ്രണ്ടാന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും എന്നെ കടിക്കുന്നത്. പോവാല്ലേ? അപ്പോൾ പോവാ. നമ്മളിപ്പോൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ പോവുക. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ബാഡ്മിൻ്റൺ കാര്യങ്ങളിലും കളിച്ച് വന്നു. ഇനി നമ്മൾക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം. ഹായ്, അപ്പം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പം നമ്മൾ പാറ ഗ്രൗണ്ടിൽ ബാഡ്മിൻ്റനെല്ലാം കളിച്ച് തീർന്നു. അപ്പം 2 ആൾ ഇവിടെ ഉണ്ട്. ഒരാൾ വള്ളി ട്രൗസർ ഇട്ടിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. സോ നമ്മളിപ്പോൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ പോവുക. ഇവന് ഹൈഡ് ആൻഡ് സീക്ക് കൂടെ കളിക്കണമല്ലോ. നിനക്കെന്ത് എനർജിയാടാ. സോ അപ്പം നമ്മൾ ബാഡ്മിൻ്റൺ കാര്യങ്ങൾ കളിച്ച് കഴിഞ്ഞു. ഞാൻ ആ ഗ്രൗണ്ട് നിങ്ങൾ കാണിച്ചു തന്നെ. അപ്പം ഗ്രൗണ്ടിന് ആ പേര് വരാനുള്ള കാരണവും ഞാൻ പറഞ്ഞതാണ്. ഗ്രൗണ്ടിന് നിനക്കറിയില്ല എടാ പാറ പാറ ഗ്രൗണ്ട് എന്ന് വെച്ചാൽ അവിടെ ഫുള്ള് മുന്നേ പാറ പൊട്ടിച്ചുണ്ടാക്കിയൊരു ഗ്രൗണ്ടാണ്. അതുകൊണ്ടാണ് അവിടെ പാറ ഗ്രൗണ്ട് എന്ന് പേര് വന്നേ. സോ അങ്ങനെയാണ് അവിടെ പാറ ഗ്രൗണ്ട് എന്നുള്ള പേര് വന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. അപ്പം ഈ ഒരു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പം നാളെ വേറൊരു വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം ബൈ ബൈ ബൈ. സോ അപ്പോൾ നമ്മളിവിടെ വ്ളോഗ് നിർത്താം. നമുക്ക് സോ നമ്മളിവിടെ വ്ളോഗ് നിർത്താം. അപ്പം നാളെ കാണാം, അടുത്ത വ്ളോഗ് കാണാം. ഓക്കെ, അപ്പോൾ നാളെ അപ്പം ബൈ 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 ബൈ. പറയണ്ട പറഞ്ഞോ. ബൈ ബൈ, സീ യു, ടാറ്റ, ഗുഡ് ബൈ, ടാറ്റ, ഉൾട്ടാ പുൾട്ടാ. ബാ. അപ്പം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഇന്ന് ഈ വ്ളോഗ് നിൽക്കൂല. കാരണം മുമ്പിൽ ആരാന്ന് അറിയാലോ. ഗജരാജ, പോക്കിരി രാജ, മുത്തുരാജ ഫ്രം ബോംബെ. ബോംബെന്ന് ഇന്നലെ RCB തോക്കുന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ ജയിച്ചു. RCB ജയിച്ചാടും. മിന്നൽ വരും. നിന്നെ മിന്നലടിക്കുന്നുണ്ട്. സോ ഇന്നലെ നമ്മൾ 2 ആൾ RCB ആണ്. ഇവൻ മാത്രമാണ് ഗുജറാത്ത്. ഗൈസ് വ്ളോഗ് എടുത്താൽ അല്ലെങ്കിൽ ഇവിടെ അടിയായിട്ട് എല്ലാം വ്ളോഗിലുണ്ട്. നീ RCB സമ്മതിച്ചു കൊടുത്തേക്കണം, അല്ലെങ്കിൽ ഇവിടെ ബഹളായിരിക്കുന്നു. സോ ഇങ്ങനെയായിരുന്നു എൻ്റെ സെലിബ്രേഷൻ. അപ്പോൾ നമുക്ക് ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ബൈ 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 ബൈ, ടാറ്റ. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ.